ഞാൻ 2020 കാണുമില്ല എന്നുള്ളത് എനിക്ക് അറിയില്ല. കാരണം ഞാൻ ഇവിടെ ഉണ്ടാകുന്ന അറിയില്ല. അല്ല, വേറെ എന്തെങ്കിലും പ്രോഗ്രാം വന്നാൽ പോവായിരിക്കും. മാർച്ചിലൊരു പ്രോഗ്രാം വരുന്നുണ്ട്. ചിലപ്പോൾ ഉണ്ടെങ്കിൽ പോകും, നാട്ടിലുണ്ടെങ്കിൽ ഞാൻ പോകുന്നതാണ് ഡെഫിനറ്റ്ലി. കാരണം ആ പടത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു പടമാണ്. കാരണം ഒരുപാട് പേർക്ക് വേണ്ടി സ്മരിക്കുന്നു. കാരണം കലാഭവൻ മണിച്ചേട്ടൻ 2020 കളിയാക്കല്ലേ 2020 ജനിച്ച റിലീസ് ഷൂട്ട് ചെയ്ത സമയത്തൊക്കെ ഞാൻ തൊട്ടിലാന്ന് തോന്നുന്നു. ഇറങ്ങിയ സമയത്ത് എനിക്ക് 7 വയസ്സായിട്ടുണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഈ പടത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് ചേച്ചിക്ക്, സുകുമാരി ചേച്ചി, കൽപ്പന ചേച്ചിയൊക്കെ സ്മരിക്കുന്നു. ഓർമ്മകൾക്ക് മുന്നേ നമുക്കൊരു കണ്ണച്ച് പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വിഷമമുള്ളൊരു പടമാണ്. കാരണം ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ നമുക്ക് ഇല്ല. കാരണം ഇന്നസെൻ്റ് ഏട്ടൻ, കാരണം ചിരിക്കാൻ വേണ്ടി പറഞ്ഞല്ലോ, അതൊരു ആൾക്കാരുടെ ലെജൻഡാണ്. കാരണം ഇപ്പോൾ അതിൽ അഭിനയിച്ച വ്യക്തികൾ ഒരുപാട് പേരുണ്ട്. കാരണം മലയാള സിനിമ എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ഉണ്ടാക്കിയൊരു പടം എന്ന് പറഞ്ഞാൽ 2020 ആയിരിക്കും. കാരണം ജയറാമേട്ടൻ, ദിലീപേട്ടൻ, മോഹൻലാൽ, ലാലേട്ടൻ, മമ്മൂക്ക, സുരേഷ് ഗോപി, പിന്നെ എണ്ണം പറഞ്ഞ എല്ലാ നടന്മാരും, പൃഥ്വിരാജ്, പിന്നെ ഇന്ദ്രിയത്ത്, കുഞ്ചാക്ക ബോബൻ, ബാബുവാണി, ഭാവന, അങ്ങനെ എല്ലാ താരങ്ങളും അഭിനയിച്ച ഒരു സിനിമ എന്ന് പറയുന്നത് ഇപ്പോഴും ട്രോൾ പേജിൽ വരുന്ന സംഭവങ്ങളൊക്കെ ആ 2020 ബേസ് ചെയ്തിട്ടാണ് പലതും. കാരണം അന്നും മലയാള സിനിമയിൽ ആ സിനിമ ഇറക്കാൻ വേണ്ടി ഒരു എന്താ പറയുക, ചായ അടിക്കുന്ന പണി കൂടി ദിലീപേട്ടൻ ചെയ്യുന്ന പറഞ്ഞ ഇന്റർവ്യൂവിൽ. അല്ല, ഇപ്പോൾ 2020 ഒരു പോസ്റ്റർ വന്നിട്ടുണ്ടായി, അലിൻ ജോസ് പെരേരയും സന്തോഷ് വർക്കി, അഭിലാഷ് ആട്ടയ, ഓൾറൈറ്റ് ഒക്കെ കൂടി വെച്ചിട്ടൊരു ഫോട്ടോ. അതേപോലെ ഒരു പടം പ്രതീക്ഷിക്കാമോ? എങ്ങനെ അങ്ങനെ ഒരു സിനിമ, ഷോർട്ട് ഫിലിം പ്രതീക്ഷിക്കാമോ? എൻ്റെയും സന്തോഷ് വർക്കിയും ഉണ്ടാവും, ബാക്കിയുള്ള ആൾക്കാരുടെയൊക്കെ ഞാൻ വെക്കുന്നില്ല. ഞാനും സന്തോഷ് വർക്കിയും അഭിലാഷ് ആട്ടയും ഉണ്ടാവും. വേറെ എല്ലാവരെയും ഒന്നും നമുക്ക് അതിൽ കൊണ്ടുവരാൻ സാധിക്കില്ല. വേറെ വ്യക്തിപരമായിട്ട് ഓരോ കാര്യങ്ങളുണ്ട്. വേറെ ആരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു വർക്കുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും ഞങ്ങളുടെ ഒരു വർക്ക് ഇറങ്ങാനുണ്ട്, യുദ്ധം ഇറങ്ങാനുണ്ട്, യുദ്ധം ഇറങ്ങാനുണ്ട്, ലോട്ടറി ടിക്കറ്റ്, സിനിമാക്കാരൻ ഗിരി, അങ്ങനെ 3 വർക്ക് ഇറങ്ങാനുണ്ട്. ഒരെണ്ണം സിനിമയാണ് കേട്ടോ, മണിതിൽ കാണും. ആണോ? സിനിമാക്കാരൻ ഗിരി. അത് ഫ്രീയാ. പിന്നെ നമ്മുടെ ചോല വിസ്കിയും ഏപ്രിൽ ഇറങ്ങും തിയേറ്ററിൽ. അപ്പോൾ ഏപ്രിൽ ഞാൻ ചിലപ്പോൾ ബിഗ് ബോസിൽ പോകും, അറിയില്ല, വിളിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് 2020 പറ്റി പറയാം. 2020 ശരി, ഓക്കെ. 2020 എന്ന സിനിമ എന്ന് പറയുന്നത് ബ്രഹ്മാണ്ഡ സിനിമയാണ്. കാരണം കേരളം കണ്ടു കഴിഞ്ഞാൽ ഇക്കാലത്തെ സൂപ്പർ ഹിറ്റ് ചിത്രം ആയതുകൊണ്ട് റിലീസ് ചെയ്യുമ്പോൾ ആൾക്കാർ ചർച്ച ചെയ്യും. കാരണം മാർച്ച് എന്ന് പറഞ്ഞ മാസം പരീക്ഷ മാസവും. അപ്പോൾ എത്ര പേര് തിയേറ്ററിൽ പോകുന്നുള്ളൊരു എന്താ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ പരീക്ഷയ്ക്ക് പോകാൻ ഞാൻ പരീക്ഷയ്ക്ക് പോകാണ്ട് പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ 10ാം ക്ലാസ്സിലെ പിള്ളേർ പരീക്ഷയ്ക്ക് പോലും പോകാണ്ട് ടിക്കറ്റ് എടുത്ത് കാണുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം അത്രയ്ക്ക് നല്ലൊരു പടമാണ്. കാരണം അത് സൂര്യ ടി വിയിൽ എപ്പോഴും വരും, സൂര്യ മൂവീസിലൊക്കെ. അപ്പോൾ 2020 എന്ന് പറഞ്ഞ പടം പക്ക തിയേറ്ററിൽ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇപ്പോൾ ഒരുപാട് പടങ്ങൾ ഇപ്പോൾ തിയേറ്ററിൽ റിലീസ് ചെയ്തിരുന്നു. ബെല്ലിയേട്ടനാണെങ്കിലും, 12 മണിക്കാണെങ്കിലും, പിന്നെ നമ്മൾ ലാലേട്ടൻ്റെ പടം ഇറങ്ങിയല്ലോ, സ്പടികം, പിന്നെ ദേവദൂതൻ. അപ്പോൾ ആ സിനിമയ്ക്കുള്ള എല്ലാം ഉള്ളൊരു ഗംഭീര അടിയായിരിക്കും ഈ സിനിമ. കാരണം അങ്ങനെ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിലെ എണ്ണം പറഞ്ഞ എല്ലാ സൂപ്പർ താരനിര തന്നെ അഭിനയിച്ച സിനിമയാണ്. കാരണം അമ്മ എന്ന് പറഞ്ഞ അസോസിയേഷൻ, AMM എന്ന് പറഞ്ഞ അസോസിയേഷനിലെ ആദ്യത്തെ ഒരു പൊൻതൂവൽ സിനിമയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ സുഹൃത്തുക്കൾ ചോദിക്കട്ടെ, 2020 കഴിഞ്ഞിട്ട് ഒരു 2020 എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു മലയാള സിനിമ ഇറങ്ങിയിട്ടുണ്ടോ? അല്ല, 2020 എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ടേ ഈ മലയാളത്തിലെ മുൻനിര താരങ്ങളെ വെച്ച് എല്ലാവരെയും അഭിനയിപ്പിച്ച ഒരു സിനിമ വന്നിട്ടുണ്ടോ? കാരണം കുറേ പേരുടെ ഐക്യം പോയി. അല്ലേ, ഞാൻ പറഞ്ഞത് മൾട്ടി സ്റ്റാർ ചിത്രങ്ങളല്ല ഞാൻ ചോദിക്കുന്നത്. ഞാൻ പറയുന്നത് അമ്മയിലെ ആൾക്കാരെ വെച്ച് AMM എന്ന അസോസിയേഷനിലെ മെമ്പേഴ്സിനെ വെച്ചൊരു സിനിമ വന്നിട്ടില്ല, അതും 16 വർഷമായിട്ട്. അതൊരു ചോദ്യമാണത്. കാരണം ഇന്നാളൊരു അവാർഡ് നൈറ്റിൽ 50-50 എന്നൊക്കെ പറഞ്ഞ് ഒരു കോമഡി ആക്കിയിരുന്നു. കാരണം വരണമല്ലോ. കാരണം ഇപ്പോഴത്തെ ആരാണ്, ടൊവിനോ, ദുൽഖർ സൽമാൻ, അങ്ങനെ നീരജ് മാധവ്, അങ്ങനെ ഒരുപാട് താരങ്ങളുണ്ടല്ലോ. അപ്പോൾ അവരെ വെച്ച് ഒരു മുന്നിലുള്ള സിനിമ വരാനായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. പക്ഷേ ഈ 2020 എന്ന സിനിമ റിലീസ് ചെയ്യുമ്പോൾ പലരും ചോദിക്കും, പലരും വിവാദം വരാൻ ചാൻസ് ഉണ്ട്. കാരണം ദിലീപേട്ടനാണ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് പടം എന്തായാലും സൂപ്പർ ഹിറ്റ് ആവും. റിലീസ് ചെയ്യുന്നുണ്ട് 4K-യിലായതുകൊണ്ട് ഇപ്പോൾ ദിലീപേട്ടൻ്റെ പല വിഷയങ്ങൾ ആൾക്കാർ മൈൻഡ് ചെയ്യൂല. അപ്പോൾ വിഷയം വന്ന സമയത്താണല്ലോ രാമലീല ഇറങ്ങിയത്. രാമലീല എന്ന് പറഞ്ഞ പടം തകർക്കാനായിട്ട് പലരും എഴുതി വെക്കുന്നവരാണ്. മനസ്സിലായി? ഞാൻ പടം വിജയിക്കാൻ വേണ്ടി കത്തിച്ചു.
പലരും ആ പടം തകർക്കേണ്ടി വെച്ചു. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞ വ്യക്തിക്ക് ആ പടം കൊണ്ട് വിജയിച്ചുകൊണ്ട് എനിക്ക് ലാഭം കിട്ടില്ല. പക്ഷേ എനിക്കൊരു ഫാൻ ബോയ് എന്ന നിലയിൽ പടം വിജയിച്ച് കാണണമെന്നൊരു ഉണ്ടായിരുന്നു. അത് ടോമിച്ച മുളകോടാൻ സാധിച്ചു വന്നു. കാരണം 100 കോടി ക്ലബ്ബിൽ കയറുമെന്ന് പറഞ്ഞ് കയറി. ഫസ്റ്റ് തന്നെ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ രാമലീല സൂപ്പർ ഹിറ്റ് ആയെങ്കിൽ ഇപ്പോൾ അത് കഴിഞ്ഞ് കമ്മാര സംഭവവും മൈസാൻ്റെയും ഇറങ്ങി അത് ഒരു ആവറേജ് ഹിറ്റായിരുന്നു. മനസ്സിലായോ? അത് ചിന്തിക്കേണ്ടത്. കാരണം കമ്മാര സംഭവം 2 ആഴ്ച ഓടി, മൈസാൻ 2 ആഴ്ച ഓടി. കാരണം ഇന്നത്തെ ഒരു സൂപ്പർ താരങ്ങളുടെ ചിത്രങ്ങൾ, പുതിയ ന്യൂ കമ്മേഴ്സിൻ്റെ ചിത്രങ്ങൾ ഒരാഴ്ചക്കുള്ളിലും തിയേറ്ററിൽ ഓടുന്നില്ല. കാരണം ബേസിലിൻ്റെ പടങ്ങളും പിന്നെ ഫഹദിൻ്റെ പടം മാത്രമാണ് 2 ആഴ്ച ഓടുന്നത്. പിന്നെ ഒരുപാട് ന്യൂ കമ്മേഴ്സിൻ്റെ പടങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ തിയേറ്ററിൽ ഫാൻ ഷോട്ടാണ്. മനസ്സിലായോ? അതൊക്കെ മലയാള സിനിമ ഒന്ന് ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം സിനിമ നടന്മാരല്ല, കണ്ടൻറ്റാണ് വലുത്. കാരണം ഇന്നാൾ പ്രേമലു ഹിറ്റായി, സൂപ്പർ ഹിറ്റായി. അത് കഴിഞ്ഞിറങ്ങിയ അയാം കാതൽ എന്ന സിനിമ ആവറേജ് ഹിറ്റായി. എന്തുകൊണ്ട്? അലിൻ ജോസ് പെരേര അഭിനയിക്കാത്തതുകൊണ്ടായിരിക്കും. കളിയാക്കണം. ഞാൻ അഭിനയിക്കാത്തതുകൊണ്ടല്ല, അതിന് എല്ലാ പടങ്ങളും ഒരേപോലെ ഒരേ ലൈനിൽ ഒരേ ചേരുവകൾക്ക് ആൾക്കാർ നോക്കി കാണില്ല. മനസ്സിലായോ? ഒരു പ്രാവശ്യം ചക്ക വീണ് മുയിലെത്തും എന്ന് പറഞ്ഞാൽ എപ്പോഴും അത് സംഭവിക്കണമെന്നില്ല. കാരണം തണ്ണീർമത്തം ദിനങ്ങൾ പോലത്തെ പടങ്ങളും ചിലപ്പോൾ ഹിറ്റായി, ജോ ഹിറ്റായി. പക്ഷേ അത് കഴിഞ്ഞ എല്ലാ പടങ്ങളും മാത്യു സോമൻസിൻ്റെ ഹിറ്റാണോ? എന്തുകൊണ്ടായിരിക്കും? ലിയോ ഹിറ്റായി. ലിയോ അല്ലേ? അപ്പോൾ ഇപ്പോഴത്തെ സിനിമാ മേഖലയ്ക്ക് ഉള്ളൊരു വലിയൊരു അടിയായിരിക്കും ഈ വരുന്ന മാർച്ചിൽ കാണാൻ പോകുന്നത്. കാരണം ഇപ്പോൾ മൺമറഞ്ഞുപോയ കലാകാരന്മാർക്ക് വേണ്ടി ഞങ്ങൾ സ്മരിക്കുന്നു. അപ്പോൾ എന്തായാലും എല്ലാ കലാകാരന്മാരെയും ഒന്നും കൂടി കാണാനുള്ള ഒരു അവസരം കൂടിയാണ് മലയാള സിനിമ മലയാളി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. കാരണം മലയാള സിനിമ എന്ന് പറഞ്ഞാൽ പാൻ ഇന്ത്യൻ റിലീസായിരിക്കാം. കാരണം 4K എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം അത് തിയേറ്ററിലേക്ക് റിലീസ് ചെയ്യുന്ന തിയേറ്റർ ഉടമകൾക്കൊക്കെ ഒരു സല്യൂട്ട് ചെയ്യുന്നു. കാരണം 2008 പടം റിലീസ് ചെയ്തത് അല്ലേ? അപ്പോൾ ഇത്രയും ഒരു 16-17 വർഷം അല്ല, എത്ര 18 എത്ര വർഷമായി റിലീസ് ചെയ്തിട്ട്? 2020 കാണാൻ പോകുന്ന പ്രേക്ഷകരോട് അലിൻ ജോസ് പെരേരയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. അപ്പോൾ എന്തായാലും 2020 എന്ന് പറഞ്ഞ പടം കേരള ജനത വർഷങ്ങൾക്ക് മുന്നേ കണ്ടതാണ്. പക്ഷേ പുതുതലമുറയ്ക്ക് ഒന്നും കൂടി തിയേറ്ററിലേക്ക് റിലീസ് വന്നു കഴിഞ്ഞാൽ എത്ര പേർ കാണും, അത് ഹിറ്റാകോ ഫ്ലോപ്പ് ആകുമോ എന്ന് കണ്ടറിയാം. ഹിറ്റാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ദിലീപ് ഏട്ടനാണ് പ്രൊഡ്യൂസർ, ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് ആണ് എൻ്റെ നിർമ്മാണം. അപ്പോൾ നിർമ്മാണത്തിൽ ദിലീപേട്ട അനിയനൊക്കെ പങ്കാളികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് താരങ്ങളുണ്ട്. നയൻതാര അങ്ങനെ ഒരുപാട് താരങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്, പാട്ടുകളുണ്ട്, ഡാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. ഓക്കെ.